പെയ്തൊഴിയാത്ത കണ്ണുനീരിനെ നിറപുഞ്ചിരിയോടെ അതിജീവിച്ച ചാരുവിന്റെ കഥ പെയ്തൊഴിയാതെ ഇന്നു മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. അതെ, കൺമുമ്പിൽ കാണുന്ന ഈ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാനുള്ളതാണ്. ഇനി സമയം കളയണ്ട, വേഗം ഇറങ്ങാൻ നോക്ക്. ഓക്കെ ഡിയർ. അപ്പോ ഞാൻ പോയി സോയിൽ ടെസ്റ്റിംഗ് റിപ്പോർട്ടുമായിട്ട് മടങ്ങി വരാം. പായസം ഉണ്ടാക്കി വെച്ചേക്കണം. ഉറപ്പ്. ഓക്കെ ബൈ. ആ, ഞാനും വരാം. ഇനിയൊരു ശകുനം ഇല്ലാന്ന് വേണ്ട. വാ വാ. ബൈ ബൈ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഹരീന്ദ്ര, സോയിൽ ടെസ്റ്റിംഗ് ഓഫീസർ എത്തിയോ? എത്തി സർ, അകത്തുണ്ട്. നമ്മുടെ ഫയലെല്ലാം കറക്റ്റ് അല്ലായിരുന്നോ? നമുക്ക് കൺസ്ട്രക്ഷനുള്ള പെർമിഷൻ കിട്ടുമല്ലോ അല്ലേ? അതിലൊന്നും ഒരു കുഴപ്പമില്ല സാർ, എല്ലാം പക്കയാണ്. ആ കാര്യത്തിൽ സാർ ടെൻഷൻ ആവേ വേണ്ട. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് തുടങ്ങാൻ പോകുന്ന ആദ്യത്തെ ബിസിനസ്സാ. എല്ലാ പ്രതീക്ഷയും ഇതില്ല. ഇതിലെവിടെയെങ്കിലും ഒരു തടസ്സം വന്നു പോയാ ഞാൻ പെട്ടു. പാർവതി ബിൽഡേഴ്സിന്റെ ആളാരാ? ഞാനാണ്. സാറ് വിളിക്കുന്നുണ്ട്, അകത്തേക്ക് ചെല്ല്. ഹരീന്ദ്രബാ. സർ. നിങ്ങളാണോ പാർവതി ബിൽഡേഴ്സിന്റെ ഗൗതം? അതെ സർ. ഇരിക്കെ. നിങ്ങളുടെ ഫയൽ ഞാൻ ഒന്നുകൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് സർ? എല്ലാം ഓക്കെ അല്ലേ? സാറിന്റെ അപ്രൂവലിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സാറ് ഓക്കെ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ വർക്ക് തുടങ്ങാം. ഓക്കെ എന്ന് പറഞ്ഞില്ലെങ്കിലോ? ഗൗതമിന്റെ ഈ പ്രോപ്പർട്ടി സോയിൽ ടെസ്റ്റിൽ ഫെയിലിയറായി. സർ, ആ പ്രോപ്പർട്ടി ഫെയിലിയർ ആവുമെന്ന് പറഞ്ഞാൽ? അതെന്താ, പ്രോപ്പർട്ടി കുമ്പ് വല്ലതും ഉണ്ടോ മിസ്റ്റർ ഫെയിലിയർ ആവാതിരിക്കാൻ? ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി പോറാണ്. മോയ്സ്ചർ കണ്ടന്റ് ടെസ്റ്റ് ആവട്ടെ നെഗറ്റീവ്. സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റും ഫെയിലായി. GH ടെസ്റ്റും ആറ്റംബർഗ് ലിമിറ്റ് ടെസ്റ്റും പോയി. പിന്നെ എനിക്ക് എങ്ങനെ ഓക്കെ ആക്കാൻ പറ്റും? സാർ, എൻ്റെ പ്രോപ്പർട്ടിക്ക് ചുറ്റും വലിയ വലിയ ബിൽഡിങ്ങുകൾ വന്നിട്ടുണ്ട്. റീസെന്റ് തന്നെ അവിടെ കൺസ്ട്രക്ഷൻസ് നടക്കുന്നുണ്ട്. പിന്നെ ഈ പ്രോപ്പർട്ടിയിലെ മണ്ണ് മാത്രം എങ്ങനെ ഫിറ്റ്നസ് ഇല്ലാതാവും സർ? താനെന്താ എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണോ? സൈറ്റ് ടെസ്റ്റും ലാബ് ടെസ്റ്റും ഉൾപ്പെടെ സർവ്വതും കഴിഞ്ഞിട്ടുള്ള റിപ്പോർട്ടാ ഇത്. സർ, ഞാൻ ഗൗതം സാറിന്റെ മാനേജറാണ്. നേരത്തെ ആ പ്രോപ്പർട്ടിയിൽ കൺസ്ട്രക്ഷനുള്ള സോയിൽ ടെസ്റ്റിംഗ് റിപ്പോർട്ട് ഓക്കെ ആയി കിട്ടിയിട്ടുള്ളതാണ്. ആണോ? ഞാനത് അറിഞ്ഞില്ലല്ലോ. എങ്കിൽ മാനേജർ സാർ തന്നെ മുതലാളി സാറിന് ഒരു സർട്ടിഫിക്കറ്റ് എഴുതി ഒപ്പിട്ട് കൊടുത്തേരെ. കൺസ്ട്രക്ഷൻ തുടങ്ങട്ടെ. ആ പ്രോപ്പർട്ടിയിൽ യാതൊരുവിധ കൺസ്ട്രക്ഷനും ഞാൻ അനുവദിക്കില്ല. സാർ, ഈ റിപ്പോർട്ട് എടുത്തോണ്ട് സ്ഥലം കാലിയാക്കാൻ നോക്ക്. സാർ, ഒറ്റയടിക്ക് ഇങ്ങനെ റിജക്ട് ചെയ്യല്ലേ സാർ. 1 2 അല്ല, 200 കോടിയുടെ പ്രോജക്റ്റാ. അവസാന നിമിഷം പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടുപോകും. ഇത് അവസാന നിമിഷം ആലോചിക്കേണ്ട വിഷയം അല്ലല്ലോ ഗൗതം. ഒരു പ്രോപ്പർട്ടിയിൽ ബിൽഡിങ്ങിന് വേണ്ട കൺസ്ട്രക്ഷൻ ആരംഭിക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ സോയിൽ ടെസ്റ്റിംഗ് റിസൾട്ട് ഓക്കെ ആകുമോ എന്ന് നോക്കണം. അത് കഴിഞ്ഞ് വേണ്ടേ ബാക്കിയൊക്കെ ചിന്തിക്കാൻ? സാർ, പ്ലീസ് ദയവ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. സാർ, ഒന്നുകൂടി ആ മണ്ണൊന്ന് പരിശോധിക്കണം. 200 കോടി രൂപയുടെ പ്രോജക്റ്റൊക്കെ മുടങ്ങുക എന്ന് പറയുന്നത് സത്യത്തിൽ കഷ്ടം തന്നെയാണ്. പക്ഷെ ഗൗതം, ഞാൻ നിസ്സഹായനാണ്. സാർ, ഇതെന്റെ ജീവിതമാണ്. എല്ലാം നഷ്ടപ്പെട്ട് സീറോയിൽ നിന്ന് തുടങ്ങി വരിക ഞാൻ. എൻ്റെ സ്വപ്നമാണ് ഈ പ്രോജക്റ്റ്. സാർ ഇത് റിജക്ട് ചെയ്താൽ അതോടെ എൻ്റെ ജീവിതം തന്നെ നിന്നുപോകും. മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഈ പ്രോജക്റ്റിന് ഓക്കെ പറഞ്ഞിട്ടുണ്ട്. പ്ലീസ് സാർ, സാർ ഈ ഫയൽ ഒന്നുകൂടെ ഒന്ന് നോക്കണം. സാറ് വിചാരിച്ചാൽ ഞാൻ രക്ഷപ്പെടും. ഈ പ്രോജക്റ്റ് നടക്കും. പ്ലീസ് സർ. ചേട്ടാ,
എന്തൊരു കഷ്ടമാണിത്. 200 കോടി രൂപയുടെ പ്രോജക്റ്റ് ആണെന്നല്ലേ പറഞ്ഞത്? അതെ സർ. ഓക്കെ, 200 കോടി രൂപയുടെ പ്രോജക്റ്റിന്റെ 1% എത്ര വരും? അത് ഒരു 2 കോടി. കറക്റ്റ്, 2 കോടി. ആ 2 കോടി എനിക്ക് തന്നാൽ ഞാൻ സോയിൽ ടെസ്റ്റ് റിസൾട്ട് ഓക്കെ ആക്കി അങ്ങ് കൈ തരും. എന്തു പറയുന്നു? കൈക്കൂലിയാണോ? അയ്യോ, കൈക്കൂലിയോ? അത് കേൾക്കുന്നതന്നെ അലർജിയാണ് ഗൗതം എനിക്ക്. ഇതൊരു പെനാൽറ്റിയാണ്. ക്വാളിറ്റി ഇല്ലാത്ത മണ്ണിൽ ബിൽഡിംഗ് പണിയുന്നതിന് ഞാൻ ചുമത്തുന്ന ഒരു പെനാൽറ്റി. പറയാതിരിക്കാൻ വയ്യ, ഇത് വലിയ അന്യായമാണ് സർ. പെർഫെക്റ്റ് ആയ ഒരു സ്ഥലത്ത് സോയിൽ ടെസ്റ്റിംഗ് റിസൾട്ട് തടഞ്ഞുകൊണ്ട് പ്രോജക്റ്റ് നടക്കില്ല എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റ്. ഇപ്പൊ അതിനു വേണ്ടി കൈക്കൂലി ആവശ്യപ്പെടുന്നു. ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാ താൻ പോയി അറിയാവുന്ന എന്താന്ന് ചേച്ചി, പറഞ്ഞ പണം തന്നാലേ റിപ്പോർട്ട് ഓക്കെ ആക്കി കൈ തരും. ഇല്ലേ പോയി പണി നോക്ക്. എന്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലെ വാങ്ങിക്കാന്ന് നിങ്ങൾ കരുതണ്ട സാർ. നിങ്ങൾ ഈ കാണിക്കുന്നതിന് നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ മറുപടി പറയിപ്പിക്കും. ഷട്ട് അപ്പ്, ഇറങ്ങി പോടാ വെളിയിൽ. പറഞ്ഞു കേട്ടില്ലേ, ഇറങ്ങി പോവാൻ. ഞാൻ ഇനിയും ഓഫീസിൽ വരും. സാറ് തന്നെ എനിക്കുള്ള സോയിൽ ടെസ്റ്റിംഗ് റിപ്പോർട്ട് സൈൻ ചെയ്ത് തരികയും ചെയ്യും. ഹരീന്ദ്ര സർ. വാ. ഇനിയിപ്പോ എന്ത് ചെയ്യും സാർ? അറിയില്ല. ഹരീന്ദ്രന്റെ ഓഫീസിലേക്ക് പോക്കോ. നമ്പർ 1 ബിസിനസ്മാനായ ഒരു ഫോൺ കോളിലൂടെ ഓഫീസിനകത്തിരുന്ന് എന്തും സാധിച്ചെടുക്കുന്ന ഗൗതം ഗോപിനാഥ് എന്തിനാണാവോ ഇങ്ങനൊരു സോയിൽ ടെസ്റ്റിംഗ് ഓഫീസിന് മുറ്റത്ത് വന്ന് നിൽക്കുന്നത്?